ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആടിനുള്ള കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് വന്ന് പിണ്ണാക്കും തവിടൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയിട്ട് ആട്ടുംകൂടിൻ്റെ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ചെമ്പും കാട്ടാള ചെമ്പും വെള്ളം ചേർത്തതൊക്കെ കൂടിയിട്ട് അവിടെ ബക്കറ്റിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് അടിച്ചു വരാമെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ ചോറും തവിടും കൂടിയിട്ട് കോഴിക്കും കൊണ്ടുവച്ച് കൊടുത്തിട്ട് നനച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പുറത്തുള്ള കോഴികൾക്ക് ഇട്ടാൽ ഉള്ളിലുള്ളവർക്ക് ഞങ്ങൾ തീറ്റയാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഉണ്ട് റെഡിയായാൽ പിന്നെ കുഴപ്പമില്ല. കുറച്ച് സമയം പുറത്ത് വേറെ പണികൾ ചെയ്താലും ഇതൊക്കെ റെഡി ആവുകയാണെങ്കിൽ പിന്നെ നേരം വൈകിയാലും പേടിക്കല്ലേ, വേഗാണ്ട് കാട്ടാലോ വെച്ചിട്ട് അതൊക്കെ ശരിയാക്കിയതിന് ശേഷമാണ് അടിച്ചു വരാനും വിറകിൻ്റെ പണിക്കൊക്കെ നിൽക്കലുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ വെള്ളമൊക്കെ കുടഞ്ഞ് പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷമൊന്നും തീരെ പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ പൈപ്പാട്ടാ, അതിൽ വെള്ളം തീരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ഞാൻ വിചാരിക്കും ഒന്നാം തീയതി മുതൽ വെള്ളം വരികയാണ് എന്താണെന്നറിയില്ല. ഇന്നലെ കുറേ മാസങ്ങൾക്ക് ശേഷം ഇന്നലെ വെള്ളം വന്നിട്ടാ. സ്പീഡൊന്നുമില്ല, സ്പീഡ് കുറവിലാണ് വെള്ളം വന്നത്. എന്നാലും ഞാൻ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം എടുത്തിട്ട് എല്ലായിടത്തും കുടഞ്ഞിട്ട് അടിച്ച് വാരിയിട്ടാണ്. പൊടി നല്ല പാറുണ്ട്. അങ്ങനെ അടിച്ച് വാരിയിട്ട് ഇനിയും വെള്ളം തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. നനയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ തുറന്നിട്ടിട്ടുണ്ട്. അങ്ങനെ ആ ഭാഗമൊക്കെ അടിച്ച് വാരൽ കഴിഞ്ഞിട്ട് വീടിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് വന്നിട്ട് അടിച്ച് വാരാൻ. അങ്ങനെ ഈ ഭാഗം കൊണ്ട് അടിച്ച് വാരി തീയിടാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ദിവസമായി ഉണ്ടായിരുന്നു, ഒരു 2-3 ദിവസമൊക്കെ ആയി ഉണ്ടായിരുന്നു അടിച്ച് വാരിയിട്ടിട്ടാ. അങ്ങനെ കുറേശ്ശെയാണ് തീയിടണുള്ളൂ. അങ്ങനെ പിന്നെ കാറ്റില്ലെങ്കിലും തീ ഇങ്ങനെ നന്നായി ആളി കത്തുന്ന പോലെ തോന്നുക. അപ്പോൾ കുറേശ്ശെയാണ് തീയിട്ടുള്ളൂ. ഈ പുല്ലാണ് കേട്ടോ കൂടുതലും. ഇപ്പോൾ ഇന്ന് മുതലാണ് ഇലയുള്ളൂ. ഒന്നും ഇല ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ പുല്ല് ഇങ്ങനെ ഉണങ്ങിയിട്ട് വൈക്കോല് പോലെ അങ്ങനെ അത് പെട്ടെന്നാണ് തീ കത്തും. അപ്പോൾ കുറേശ്ശേ ഇടുള്ളൂ കേട്ടോ. വെള്ളവും അടുത്ത് കൊടുന്നേക്കും കേട്ടോ. തീ ഇടുമ്പോൾ തന്നെ, എന്നിട്ട് നന്നായി കത്തുമ്പോൾ അങ്ങോട്ട് വെള്ളം കുടഞ്ഞു കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് തീയിടാറ്. അതൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം വെള്ളമൊക്കെ കാട്ടി ആടിന് കൂട്ടിലാക്കിയിട്ടില്ല കേട്ടോ. കുറച്ച് ആൾക്കാരെ ആടുകളെ കൂട്ടിലുള്ളൂ, മറ്റവരൊക്കെ പുറത്ത് നടക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ ചെമ്പൊക്കെ കഴുകി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ആദ്യം കെട്ടി കൊടുത്ത ഇല ഉണ്ടായിരുന്നു, അതൊക്കെ തിന്നുകയാണ് കേട്ടോ. അങ്ങനെ ആ ചെമ്പൊക്കെ കഴുകൽ കഴിഞ്ഞിട്ട് പിന്നെ കോഴികളെ കുറച്ച് കോഴിക്കുട്ടികളുണ്ട് കേട്ടോ. അവരെ ഒന്ന് ഉള്ളിൽ പുറത്തേക്ക് വിട്ടതാണ്. അപ്പോൾ ആട് സമ്മതിക്കണില്ല. അപ്പോൾ ഞാൻ കൂട്ടിലേക്ക് തന്നെ ആക്കിയിട്ടാണ്. കൂട്ടിൽ തീറ്റ വെച്ച് കൊടുക്കണ്ട, പുറത്ത് വെച്ച് കൊടുക്കാച്ചിട്ടൊന്ന് വിട്ടതാണ്. അപ്പോൾ ആട് സമ്മതിക്കണില്ല. അപ്പോൾ ഉള്ളിലേക്ക് തന്നെ ആക്കി. പിന്നെ വേറെ കൂട്ടിൽ കോഴികളുണ്ടായിരുന്നു, അവർക്ക് ഗോതമ്പൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ കൂടൊക്കെ അടച്ച് ആട്ടുംകൂടിൻ്റെ ഭാഗത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇലയൊക്കെ കെട്ടി കൊടുത്ത് എല്ലാവർക്കും ഇലയൊക്കെ കെട്ടി കൊടുക്കലും കഴിഞ്ഞ് കോഴിക്കൂട് അടയ്ക്കലും കഴിഞ്ഞ് പിന്നെ ആട്ടുംകൂടും അടച്ച് കൊതുക് തിരി കത്തിച്ച് വയ്ക്കുക, അങ്ങനെയുള്ള കുറേ പണികൾ അവിടെ ചെയ്യാണ്ട് കേട്ടോ. അത് മുഴുവൻ കാണിച്ചിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് ആ ഭാഗത്തുനിന്ന് പോന്ന് പിന്നെ ഉമ്മക്ക് അപ്പോഴേക്ക് പൈപ്പ് തുറന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴേക്ക് ഏതാണ്ട് 5:45, 6 മണിയൊക്കെ ആവാറായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ തുടർന്ന് കാണുക.